ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Hamictech ഗ്രാഫിക്സ്. എൻ്റെ പേര് ശ്രീജിത്ത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് നോക്കുമ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ടല്ലേ? നമുക്കതുപോലെ ചെയ്താലോ? എങ്ങനെയാണെന്നല്ലേ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ക്യാൻവ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആവശ്യമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ID അല്ലെന്നുണ്ടെങ്കിൽ ജിമെയിൽ ID അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുത്ത് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത ജിമെയിൽ ID ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ കുറേയധികം കാറ്റഗറീസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതായത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി, പോസ്റ്റർ, ലോഗോ, ഇൻവിറ്റേഷൻ, ബിസിനസ് കാർഡ്, അനൗൺസ്മെൻറ്റ്, വാട്സപ്പ് സ്റ്റോറി, അങ്ങനെ കുറേയധികം കാറ്റഗറീസ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പം തൽക്കാലം ഇൻസ്റ്റഗ്രാം സ്റ്റോറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന ഈ ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറേയധികം സബ് കാറ്റഗറീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ന്യൂ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം കൂട്ടുകാർക്ക് കാണാം ഇവിടെ കുറച്ചധികം ടെംപ്ലേറ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്. ഞാൻ ഈ ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ താഴെ നോക്കാമെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ് ഉണ്ട്. ഞാൻ ഈ ഒരെണ്ണം ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ടെംപ്ലേറ്റ് ഇപ്പോൾ ഇൻബിൽട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഈ 2 ഇമേജ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ തന്നെ ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഇമേജിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ ഇമേജിന് പകരവും വേറൊരു ഇമേജ് ഞാൻ ഇതുപോലെ ആഡ് ചെയ്തു. ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഇമേജിന് നിരവധി ഫിൽറ്റർ എഫക്റ്റുകൾ നൽകാൻ സാധിക്കും. ബെസ്റ്റ് വണ്ണെന്ന് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇവിടെ ഗാലറിയിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത പോസ്റ്റ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിത് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് വേറെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്കെന്തായാലും വാട്സപ്പ് സ്റ്റോറി എന്നതും കൂടെ ഒന്ന് നോക്കാം. വാട്സപ്പ് സ്റ്റോറി എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ കോഡ് വാട്സപ്പ് സ്റ്റോറി എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കുറേയധികം ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. തൽക്കാലം ഞാൻ ഈ ഒരെണ്ണം ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ തൊട്ട് തന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ടെംപ്ലേറ്റ് ഉണ്ട്. ഞാൻ തൽക്കാലം ഇത് തന്നെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഈ ഒരു ഇമേജ് മാറ്റാം. നമ്മൾ നേരത്തെയൊക്കെ ഇമേജാണ് ആഡ് ചെയ്തത്. ഞാൻ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. അപ്പം കൂട്ടുകാർക്ക് അതിവിടെ പ്ലേ ആവുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്താം.
ഓക്കെ, ടെക്സ്റ്റ് ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റി. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഓപ്ഷനുകളുണ്ട്. ഇതിലേതെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആനിമേഷൻ നമ്മുടെ ടെക്സ്റ്റിന് കൊടുക്കാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം അതുപോലെ വാട്സപ്പ് സ്റ്റോറിയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.